ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ സീരീസ് ത്രില്ലിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇന്ന് എപ്പിസോഡ് 6 ആണ് പറയാൻ പോകുന്നത്. കഥ തുടങ്ങുമ്പോൾ ഒരു ലൈബ്രറിയാണ് കാണിക്കുന്നത്. അവിടെ ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റെപ്പ് ഇറങ്ങി ഒരാൾ താഴെ വന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ മുകളിൽ നിന്നും ഒരു ശബ്ദം കേട്ട് എല്ലാവരും ആശ്ചര്യത്തോടെ മുകളിലേക്ക് നോക്കുകയാണ്. അപ്പോഴതാ ഒരുപാട് പുസ്തകങ്ങൾ താഴേക്ക് വീഴുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള മ്യൂസിക്കാണ്. ബുക്കുകൾക്കിടയിൽ നിന്ന് പോയിസണസ് പ്ലാന്റ് ഓഫ് ഇന്ത്യ എന്ന ബുക്ക് മാത്രം പ്രത്യേകം കാണിക്കുകയാണ്. അടുത്ത സീനിൽ വൈഷ്ണവിയുടെ ബോഡി കാണാനായി ആര്യയും ഇന്ദുവും അങ്കിളും ആന്റിയും മോർച്ചറിയിലേക്ക് എത്തുന്നു. എന്നാൽ ആര്യ കാണാൻ തയ്യാറായില്ല. ഇവിടെ വരെ വന്നിട്ട് എന്താണ് നീ കാണാൻ പോവാത്തതെന്ന് ഇന്ദു ചോദിക്കുകയാണ്. വൈഷ്ണവിയെ ഞാൻ ഒരു സമയം ഒരുപാട് സ്നേഹിച്ചിരുന്നു, പക്ഷേ അവൾ അത് ഇല്ലാതാക്കി. അത് അന്നത്തോടെ തന്നെ അവസാനിച്ചു എന്ന് ആര്യ പറയുകയാണ്. എന്നാൽ അങ്ങനെ ദേഷ്യമാണെങ്കിൽ നീ എന്തിനാണ് അവളുടെ സാധനങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇതൊരു സൂയിസൈഡ് അല്ല. കാരണം ഗർഭിണിയായ ഒരു സ്ത്രീയും ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല. മാത്രമല്ല, നേരായ വഴിയിലല്ല അവൾ ഗർഭിണിയായതെങ്കിൽ ഒരിക്കലും ആ കുഞ്ഞിനെയും വളർത്താൻ തയ്യാറാവില്ല. പക്ഷേ വൈഷ്ണവി ഇവിടെ വളർത്താൻ തയ്യാറായെങ്കിൽ അവൾ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നതെന്ന് ഇന്ദു പറയുന്നു. ആ സമയം വീട്ടിൽ ലോകി വൈഷ്ണവിയെ കുറിച്ച് ഓർത്ത് കരയുകയാണ്. ആനന്ദിന്റെ അമ്മയ്ക്കും സ്നേഹയ്ക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്കില്ലാത്ത അറ്റാച്ച്മെന്റ് നിനക്ക് എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞ് അവൾ ആ നിമിഷം തന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയാണ്. പത്മയും ആന്റിയും കരയുന്നത് കണ്ട് അങ്കിൾ പറയുന്നുണ്ട്, ആരും കരയരുത്. വൈഷ്ണവിയെ ഓർത്ത് കരയുന്നവർ ഈ വീടിന്റെ ശത്രുക്കളായാണ് അവർ കാണുന്നതെന്ന്. അടുത്ത ദിവസം അമ്മ ഇന്ദുവിന് താക്കീത് കൊടുക്കുകയാണ്. ഇത് ഹോട്ടലൊന്നുമല്ല, നിനക്ക് തോന്നുന്ന സമയം കയറി വരാനും പോവാനും. നിങ്ങളുടെ മരുമകൾ മരിച്ചിട്ടും ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെയാണോ ഘോരഘോരം പ്രസംഗിക്കുന്നേ എന്ന് ഇന്ദുവും. അവർക്കാണെങ്കിൽ വൈഷ്ണവിയെക്കുറിച്ച് കേൾക്കുന്നതേ ഇഷ്ടമല്ല. വൈഷ്ണവി അവൾ എൻ്റെ ഇളയ മോന്റെ ജീവിതം നശിപ്പിച്ചു. ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടും എൻ്റെ ആനന്ദിന്റെയും ജീവിതം നശിപ്പിക്കാൻ നോക്കിയവളാണെന്ന് പറഞ്ഞു തുടങ്ങി. പക്ഷേ പ്രശ്നം ആര്യയും വൈഷ്ണവിയും തമ്മിലല്ലായിരുന്നു. പിന്നെ എന്തിനാണ് അവൾ എന്നെ കൊല്ലാൻ നോക്കിയതെന്ന് ഇന്ദു ചോദിക്കുന്നു. അപ്പോഴാണ് ബാജിറാവു വരുന്നത്. ശരിക്കും ആര്യയല്ല അവളെ പുറത്താക്കിയത്. ആര്യയ്ക്ക് കുറച്ച് സെൻസ് ഉള്ളവനാണ്. അവൻ അങ്ങനെ ചെയ്യില്ല. ആനന്ദാണ് അവളെ പുറത്താക്കിയത്. അതുകൊണ്ടാണ് അവൾ നിന്നോട് റിവെഞ്ച് ചെയ്യുന്നതെന്ന് പറയുന്നു. ശരിക്കും ആര്യയും വൈഷ്ണവിയും തമ്മിൽ എന്താണ് പ്രശ്നമുണ്ടായതെന്ന് ഇന്ദു ചോദിക്കുകയാണ്. പക്ഷേ ബാജിറാവു പറയാൻ തയ്യാറായില്ല. നീ ഇതുവരെ എല്ലാം ഒറ്റയ്ക്കല്ലേ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്, ഇനിയും അങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് അയാൾ പോവുകയാണ്. പെട്ടെന്നാണ് ഇന്നലെ ഓട്ടോയിൽ കയറാൻ നേരം വൈഷ്ണവിയെ കണ്ടത് അവൾ ഓർക്കുന്നത്. ആ സമയം വൈഷ്ണവി ഒരു സെന്റൻസ് പറഞ്ഞിരുന്നു, ഡെവിൾസ് ട്രംപറ്റ് ഈസ് ദ ഏഞ്ചൽസ് ട്രംപറ്റ് എന്ന്. അവൾ വേഗ റൂമിൽ പോയി ഫോണില്ലാതെ സെർച്ച് ചെയ്തു. ഡെവിൾ ട്രംപറ്റും ഏഞ്ചൽ ട്രംപറ്റും ഒന്നാണ്. അതൊരു പ്ലാന്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ദുവിന് സംശയങ്ങൾ കൂടി വന്നു. എന്തിനായിരിക്കും ഇത് അവൾ പറഞ്ഞിട്ടുണ്ടാവുക? വൈഷ്ണവി മിനിഞ്ഞാന്ന് മരിച്ചെങ്കിൽ ഞാൻ ഇന്നലെ ആരെയാവും കണ്ടിട്ടുണ്ടാവുക എന്നൊക്കെ അവൾക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. അപ്പോഴാണ് ആനന്ദ് റൂം മാറാനായി ഡ്രസ്സ് എടുക്കുന്നത്. നിങ്ങൾ പോണ്ട, ഞാൻ റൂം മാറിക്കോളാം എന്ന് ഇന്ദു പറയുന്നുണ്ടെങ്കിലും നീ എങ്ങോട്ട് മാറും? ആര്യയുടെ റൂമിലേക്കോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആദ്യം സഞ്ജയ് ആയിരുന്നു, ഇപ്പോൾ ആര്യയോ? അതെ, എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല, നിന്നെയും എന്ന് പറഞ്ഞ് ആര്യ പോകുന്നു. പിന്നീട് ഇന്ദു പുറത്തു പോകാനായി റെഡിയാവുകയാണ്. അത് അമ്മ കണ്ട് ആനന്ദിനെ പിരികേറ്റാൻ തുടങ്ങി. ഇന്ദു വന്ന് അവൾ പുറത്തു പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പോകുന്നതിന് മുന്നേ പെർമിഷൻ ചോദിക്കുന്നത് മാന്യതയാണെന്ന് അമ്മ പറയുന്നു. ആനന്ദ് ഒന്നും മിണ്ടുന്നില്ല. പെർമിഷൻ വാങ്ങേണ്ട ആവശ്യമുണ്ടാകുമ്പോൾ വാങ്ങാം. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിനാണ് പോകുന്നതെന്ന് ഇന്ദുവും. കൂടാതെ അവൾ ആര്യ എവിടെയെന്നും അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല. ബുക്ക് ഷോപ്പിൽ ഉണ്ടാവുമല്ലേ, ഓക്കെ എന്ന് പറഞ്ഞ് അവൾ പോയി. ആര്യ ലൈബ്രറിയിലേക്കല്ല, മറിച്ച് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. വൈഷ്ണവി വീട് വിട്ടു പോയതിനു ശേഷം നിങ്ങളെ കോണ്ടാക്ട് ചെയ്തില്ലേ എന്ന് SI ചോദിക്കുകയാണ്. ആനന്ദിന്റെ കല്യാണ ദിവസം അവൾ അയച്ച മെസ്സേജ് ആര്യ കാണിച്ചു കൊടുക്കുന്നു. എനിക്ക് ഭ്രാന്താവുകയാണ്, എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടതെന്നറിയില്ല. അതുകൂടാതെ ഞാൻ ഒരു അമ്മ കൂടിയാണ്. എനിക്ക് എങ്ങനെ എൻ്റെ കുഞ്ഞില്ലാതെ ജീവിക്കാൻ കഴിയും എന്നാണ് മെസ്സേജിൽ. ശരിക്ക് വൈഷ്ണവിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആര്യ അല്ലാന്ന് അവൻ പറയുന്നു. വൈഷ്ണവി പ്രഗ്നന്റ് ആവുന്ന സമയം 4 മാസമായി അവർ തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷനും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് SIക്ക് ഒരു കോൾ വരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അയാൾ ആര്യോട് പറയുകയാണ്, വൈഷ്ണവി നിനക്ക് അയച്ച മെസ്സേജ് ഒരു സൂയിസൈഡ് നോട്ട് അല്ലേ എന്ന്. ശരിക്ക് അവൾ മരിച്ചതല്ല, ആരോ പില്ലോ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊന്ന് അവളെ ഫാനിൽ കെട്ടി തൂക്കിയതാണെന്ന്. മറ്റൊരു കാര്യം കൂടി പോലീസ് പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ പറയുന്നത് വൈഷ്ണവിയുടെ വയറ്റിൽ ഡെവിൾസ് ട്രംപറ്റ് പോയിസൺ ഉണ്ടായിരുന്നു എന്നതാണ്. അത് കേട്ടതും ആര്യ ഞെട്ടിപ്പോയി. അവൻ ടെൻഷൻ ആവാൻ തുടങ്ങി. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തും, എപ്പോൾ വിളിച്ചാലും വരണമെന്ന് ആര്യയോട് പറയുന്നു. ആ സമയം ഇന്ദു ആര്യയുടെ ലൈബ്രറിയിൽ പോവുകയാണ്. അവിടെ ജനാർദ്ദനൻ എന്ന ആളാണ് എല്ലാം നോക്കി നടത്തുന്നത്. ഈ ലൈബ്രറിയിൽ ഡെവിൾസ് ട്രംപറ്റ് പ്ലാന്റ് എന്ന് പറയുന്ന ബുക്ക് ഉണ്ടോ എന്ന് അവൾ അന്വേഷിക്കുന്നു. ഇത് കേട്ടതും അയാൾ അസ്വസ്ഥനായി. ഈ ലൈബ്രറി 70 വർഷം പഴക്കമുള്ളതാണ്. ഇന്ന് രാവിലെ ബുക്സ് വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ബുക്ക് എല്ലാം താഴെ വീണു.
ഇവിടെയുള്ള ബുക്കൊന്നും ഇന്റർനെറ്റിൽ പോലും കിട്ടില്ല. നിങ്ങളാണ് ആദ്യമായി ആ ബുക്ക് അന്വേഷിച്ചു വരുന്നത് എന്നൊക്കെ അയാൾ കാര്യം പറയുകയാണ്. അവർ മുകളിലെത്തിയതും അവിടെ രണ്ടുപേർ ചാക്ക് ഒരു വലിയ സൂചി കൊണ്ട് തുന്നുന്നുണ്ടായിരുന്നു. അതിലൊരാളുടെ സൂചി കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സൂചി അവൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് അവൾക്ക് കല്യാണത്തിന് ഗിഫ്റ്റായി വന്ന സൂചി ഇതായിരിക്കുമെന്ന് അവൾ മനസ്സിലാക്കിയത്. അപ്പോഴേക്കും അയാൾ ബുക്ക് കണ്ടുപിടിച്ചു കൊടുക്കുകയാണ്. പോയിസണസ് പ്ലാന്റ് ഓഫ് ഇന്ത്യ എന്നാണ് ആ ബുക്കിന്റെ പേര്. എന്തായിരിക്കും ആ ബുക്ക് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അപ്പോൾ അത് അടുത്ത എപ്പിസോഡിൽ അറിയാം. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡാണ് നമ്മുടെ ഫൈനൽ എപ്പിസോഡ്. ഇതോടെ നമ്മുടെ സീരീസ് കഴിയുന്നതാണ്. വധുവു സീസൺ 1 7 എപ്പിസോഡാണ് മൊത്തം ഉള്ളത്. അപ്പോൾ എന്തായിരിക്കും നാളെ എന്ന് കണ്ടറിയാം.